യെസ്, എം കെ ഷുക്കൂർ കൂടി ചേരുന്നുണ്ട്. ഷുക്കൂർ, ഇങ്ങനെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായ ഒരാളെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിക്കുമ്പോൾ അത് പിന്നീട് വിവാദമാകും എന്ന തിരിച്ചറിവില്ലാതെയാണോ ഇങ്ങനൊരു വലിയ പ്രധാനപ്പെട്ട നിയമനം നടത്തുന്നത്? ഇത്രയും ബോധവും ബോധ്യവും ഇല്ലാതെ നടത്തിയ തീരുമാനം, അതിന് പിറകിൽ ആരാണെന്നാണ് ഇഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഇത്ര വേഗത്തിൽ തന്നെ ഇതിൽ യൂട്ടേൺ അടിക്കേണ്ടി വരുമെന്നും ബോധ്യമില്ലാതെ എടുത്ത ഈ തീരുമാനത്തിൽ എത്രമാത്രം വില കൊടുക്കേണ്ടി വരും UDF-ഉം കോൺഗ്രസും ഈ സർക്കാരും? സൈഫുദ്ദീൻ, ഒരു സംസ്ഥാന സർക്കാരിന് ഭരിക്കണമെങ്കിൽ വിപുലമായ ഒരു സംവിധാനം ആവശ്യമാണ്. ഭരണത്തിൽ വന്നതിന് ശേഷം അവർ നടത്തുന്ന രാഷ്ട്രീയ നിയമനങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. CPM-നെ സംബന്ധിച്ച് വലിയ തോതിലുള്ള സന്നാഹം അവർക്ക് ഭരണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അവരുടെ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അഭിഭാഷകരുടെ സംഘടന, അധ്യാപകരുടെ സംഘടന, അർത്ഥത്തിൽ എല്ലാ വർഗ ബഹുജന സംഘടനകൾ എന്നുള്ളത് എല്ലായ്പ്പോഴും ഫിറ്റായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. എന്നാൽ UDF-നെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവരുടെ പല പോഷക സംഘടനകളും ഭരണമുള്ളപ്പോൾ മാത്രമാണ് സജീവമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമവകുപ്പ് മുഖ്യമന്ത്രി VD സതീഷിന്റെ കീഴിലാണെങ്കിലും അതിനകത്തേക്ക് നിയമിക്കപ്പെടേണ്ടവർ ആരൊക്കെയാണ് എന്നുള്ളത് ഭരണത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അതിനു മുമ്പ് പല ആളുകളും ആ സ്ഥാനത്തേക്ക് ശ്രമിക്കുമെങ്കിലും അതിന് തീരുമാനമുണ്ടാകുന്നതും അതിനൊരു ഒരു ആശയവിനിമയം എല്ലാം ആരംഭിക്കുന്നതും ഭരണത്തിൽ വന്നതിന് ശേഷം മാത്രമാണ്. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചോ CPM-നെ സംബന്ധിച്ചോ അങ്ങനെയല്ല. അവർക്ക് നേരത്തെ തന്നെ അതിനൊരു വ്യക്തമായ പദ്ധതിയും പ്ലാനും ഉണ്ട്. ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് കീഴിലാണ് നിയമവകുപ്പുള്ളത്. ഹൈക്കോടതിയിൽ ഏതാണ്ട് 134 നിയമനങ്ങളാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടത്. അതിനകത്ത് 82 നിയമനങ്ങളാണ് നിലവിൽ നടന്നിട്ടുള്ളത്. ഈ നിയമനങ്ങളിൽ തന്നെ സാമുദായിക സന്തുലിതത്വം, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ വിഹിതം, ഇതെല്ലാം സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ, പരാതികൾ നിലവിലുണ്ട്. മുസ്ലിം ലീഗ് എല്ലാം ഇന്നലെ തന്നെ അത്തരത്തിൽ പരാതി ഉന്നയിച്ച കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ച്, പ്രത്യേകം തന്നെ ബെഞ്ചാണ്, 2 ജഡ്ജിമാരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ആ കേസുകൾ പരിശോധിക്കുന്നത്. അതിൽ നിലവിൽ ഒരു സീനിയർ ഗവൺമെന്റ് പ്ലീഡറാണ് ദേവസ്വം ബോർഡിനെ പ്രതിനിധീകരിച്ച് ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്. അത് പോരാ, അവിടെ ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ തന്നെ, കുറച്ചുകൂടി മുതിർന്ന അഭിഭാഷകൻ വേണമെന്നൊരാവശ്യം ദേവസ്വം ബോർഡ് തന്നെയാണ് നിയമവകുപ്പിന് മുന്നിൽ വെച്ചത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളിൽ, അതായത് നിയമപരമായ അവഗാഹത്തിൻ്റെയും പരിചയസമ്പത്തിൻ്റെയും കാര്യത്തിൽ മികച്ച ഒരു അഭിഭാഷകനായ KB പ്രദീപ് കുമാറിനെ അങ്ങോട്ടേക്ക് ശുപാർശ ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ പേര് വരുന്നതും. അത് നിയമവകുപ്പിൻ്റെ തന്നെ ചുമതലയിലൂടെ സംഭവിച്ചതാണ്. അക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ കോട്ടയിലാണ് അദ്ദേഹം വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിക്കും തന്നെയാണ് പ്രഥമമായ ഉത്തരവാദിത്തമുള്ളത്. ഒരു മന്ത്രിസഭ എന്ന രീതിയിൽ ഒരു കൂട്ടുത്തരവാദിത്തം അത് K മുരളീധരൻ ഏറ്റെടുക്കുമ്പോൾ പോലും അക്കാര്യത്തിൽ സൂക്ഷ്മത കാണിക്കേണ്ടിയിരുന്നത് നിയമവകുപ്പ് തന്നെയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ അതുണ്ടായില്ല. KB പ്രദീപ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹൈക്കോടതിയിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കേസിൽ അവരെ പ്രതിനിധീകരിച്ച് ഒരു തവണയാണ് ഹാജരായിട്ടുള്ളത്. എങ്കിൽ പോലും കേസ് നടത്തുന്നത് അദ്ദേഹമാണ്. ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ മറ്റൊരു കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലുമുണ്ട്. ആ അർത്ഥത്തിൽ രണ്ടിടത്തും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രതിഭാഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന വക്കാലത്തുള്ള ഒരു അഭിഭാഷകനെ തന്നെ ശബരിമല പോലെ വളരെ സെൻസിറ്റീവായ ഒരു കേസിൽ ഇടപെടേണ്ട ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിനകത്തെ സൂക്ഷ്മത കുറവ്. അത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമാണെന്ന് നമുക്കിപ്പോൾ പറയാനാവില്ല. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ വളരെ അശ്രദ്ധ, സൂക്ഷ്മതക്കുറവ്, അധാർമികത ഇതിനകത്ത് സംഭവിച്ചു എന്നുള്ളത് നിസ്തർക്കം പറയാനാകും. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ വിവാദമുണ്ടായത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായത്. ഹൈക്കോടതിയിലെ നിയമനങ്ങളെല്ലാം തന്നെ ഘട്ടം ഘട്ടമായാണ് നടത്തുന്നത്. ആദ്യം 40ഓളം നിയമനങ്ങൾ നടത്തി, പിന്നീട് 42 നടത്തി, നിലവിൽ 82 നിയമനങ്ങളാണ് നടത്തിയത്. അതിലൊരു നിയമനമാണ് ഇപ്പോൾ രാജിവെക്കേണ്ടി വരുന്നത്. അത് സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിലെ സൂക്ഷ്മതക്കുറവ്, അതായത് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വരാൻ തന്നെ കാരണമായ വിഷയങ്ങളിലൊന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ആ കേസുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ പെട്ടെന്ന് ആശയവിനിമയം നടക്കുകയും നിലപാട് വരികയും ചെയ്യുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുപോലും ശ്രദ്ധിക്കാൻ ഈ നിയമന സമയത്ത് കഴിഞ്ഞില്ല എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നിയമവകുപ്പിനും പറ്റിയ ഗുരുതരമായ വീഴ്ചയായി തന്നെ കണക്കാക്കണം. അതിപ്പോൾ അവർ തിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും വലിയ ജാഗ്രതക്കുറവും സൂക്ഷ്മതക്കുറവും ഇതിനകത്തുണ്ടായി. എന്ന് വെച്ചാൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അതിൻ്റെ അഭിഭാഷകനെ തന്നെ പിടിച്ച് ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചിന് കീഴിൽ നിയമിക്കുക എന്ന് വെച്ചാൽ അത് വലിയ വീഴ്ച തന്നെയാണ്, വലിയ അനാസ്ഥ തന്നെയാണ്. ആ വീഴ്ചയ്ക്കിപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. കോൺഗ്രസ് 24 മണിക്കൂറിനകം
സർക്കാരിന് അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നിരിക്കുന്നു, യൂ ടേൺ അടിക്കേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ പ്രദീപ് കുമാറിനെ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ പ്ലീഡർ സ്ഥാനത്ത്, ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ പ്ലീഡർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. ഇനി പുതിയ ഒരാളെ അങ്ങോട്ടേക്ക് നിയോഗിക്കണം. അങ്ങനെ സ്പെഷ്യൽ പ്ലീഡറെ നിയോഗിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഇനി ആരെ കണ്ടെത്തും എന്നുള്ളതെല്ലാം വലിയ ചോദ്യമാണ്. എന്തായാലും നിലവിൽ വലിയ തിരിച്ചടി എന്ന് വെച്ചാൽ ഒരു മാസം പിന്നിടുന്നതിന് മുമ്പേ തന്നെ രണ്ടാമത്തെ വിക്കറ്റും വീണു എന്ന ഘട്ടത്തിൽ നമുക്ക് പറയാം. കാര്യം സണ്ണി ജോസഫിന്റെ അളിയനെ തന്നെ, ബന്ധുവിനെ തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി വെച്ചതിന് വലിയ പഴി കേട്ടതാണ്. അങ്ങനെ അവിടെ ഒരു ആദ്യം വന്നു, ഇപ്പോൾ രണ്ടാമത്തെ വിക്കറ്റ് മുന്നിരിക്കുന്നു. ഒരു മാസം തികയുന്നതിന് മുമ്പേ 2 പേർക്ക് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് ആരംഭത്തിലെ കല്ലുകടി തന്നെയാണ്.